നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോകമാതാവായി നാടിനു രക്ഷകയും സർവഭീഷ്ടവരധാനിയും ആശ്രിത വത്സയുമായ പണയിൽ അമ്മ ഭദ്രകാളി സ്വരൂപത്തിലും ലോക കൈലാസനാഥനായ ശ്രീ പരമശിവൻ പഞ്ചമുഖനായും തുല്യ പ്രാധാന്യത്തിൽ വാണരുളുന്ന കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവവും പണയിൽ ഫെസ്റ്റും 2024 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 8 വരെ തോറ്റംപാട്ട്, പൊങ്കാല സമർപ്പണം, കളമെഴുത്തുപാട്ട്, പറക്കെഴുന്നള്ളത്ത്, വിളക്ക് അൻപൊലി, ശിവപൂജ, യാമപൂജ, വൈദ്യുത ദീപാലങ്കാരം, പണയിൽ ഫെസ്റ്റ്, കെട്ടുകാഴ്ച, കലാപരിപാടികൾ എന്നിവയോടെ നടത്തപ്പെടുകയാണ്. ചിരപുരാതനവും പരമപവിത്രവുമായ പണയിൽ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്ക് ആരംഭിക്കുന്നതാണ്. പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ നാനാജാതി മതസ്ഥരായ ആളുകൾ ശ്രീകോവിലിന് മുമ്പിലെത്തി ദേവനെ കണ്ട് തൊഴുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രം ഇതൊന്നു മാത്രമാണ്. അയിത്തം കൊടികുത്തി വാഴുന്ന കാലത്ത് പോലും നാനാജാതി മതസ്ഥരായ ആളുകൾ, ഹിന്ദു സമുദായത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സമുദായത്തിലെയും ആളുകൾ വരുവാനും ശ്രീകോവിലിനടുത്ത് നിന്ന് ദൈവത്തിൻ്റെ വിഗ്രഹം നേരിട്ട് കണ്ട് തൊഴുവാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ള സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം ഇതൊന്നു മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ക്ഷേത്രമാണിത്. അവധൂതനായ അദ്ദേഹം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ കോട്ടാത്തല പണയ ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ഇവിടുത്തെ രീതികൾ കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ചെയ്തു, അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ ഒരു വിദ്യാലയം കൂടി, ഒരു സരസ്വതി ക്ഷേത്രം ആരംഭിക്കണമെന്ന് അന്ന് അക്കാലത്തുണ്ടായിരുന്ന ക്ഷേത്രം ഭാരവാഹികളോട് അദ്ദേഹം പറയുകയും അതിന്റെ ഫലമായി ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് പണയിൽ UP സ്കൂള് ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നതാണ്. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തന്നെയും ഏതാണ്ട് 1500 പരം കുടുംബങ്ങൾ വളരെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ക്ഷേത്രോത്സവ പരിപാടികളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. എൻ്റെ പേര് സുഗതൻ. ക്ഷേത്രം ട്രസ്റ്റിൻ്റെ, പണയിൽ ദേവസ്വം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റാണ്. കോട്ടാത്തലയിലെ ചിരപുരാതനമായ വർഷങ്ങളോളം പഴക്കമുള്ള ഈ മഹാക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഇന്ന് സമാരംഭിക്കുകയാണ്. 6 മണി മുതൽ ഉദ്ഘാടന സമ്മേളനം, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനമായ തോറ്റംപാട്ട് ആരംഭിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തെ നാടകവും അങ്ങനെ പല പരിപാടികളോടുകൂടി ഇന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ അറിയേണ്ടത്, പ്രാധാന്യം വരുന്നത്, ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയും അതുപോലെ തന്നെ പഞ്ചമുഖനായ മഹാദേവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പഞ്ചമുഖനായിട്ടുള്ള മഹാദേവ വിഗ്രഹമുള്ള കേരളത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. കേരളത്തിൽ തന്നെ പഞ്ചമുഖൻ പ്രതിഷ്ഠയുള്ള, ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. കണ്ണൂരോ തൃശ്ശൂരോ കണ്ട് 1-2 ഉള്ളെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിന് പുറത്തും ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോഴും പഞ്ചമുഖൻ ശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഖ്യാതി വർദ്ധിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മഹാഗണപതി, ക്ഷേത്രത്തിൻ്റെ പുറത്ത് യോഗീശ്വര സ്വാമി, ചാമുണ്ഡി ദേവി, പിന്നെ ബ്രഹ്മരക്ഷസ്, പണയിലമ്മ, യക്ഷിയമ്മ, മന്നത്ത് പരമ്പര, പിന്നെ നാഗദൈവങ്ങൾ. അതിൽ കൂടാതെ തന്നെ ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് ഒരു മൂർത്തിക്കാവുണ്ട്. വളരെ പ്രാധാന്യമുള്ളതാണ്. മൂർത്തിക്കാവിൽ നടത്തുന്ന പൂജകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന പൂജകളുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, ഇവിടെ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പൂജ, ഒരു അനുഷ്ഠാനമാണ് എല്ലാ ഞായറാഴ്ചകളും ഇവിടെ നടക്കുന്ന പട്ടുപൂജ.
പണയിലമ്മയ്ക്ക് പട്ടസമർപ്പണം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാ ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ നടക്കുന്നു. പ്രധാനമായും വിവാഹ ദോഷങ്ങൾ ഒഴിവാനും പിന്നെ വിദ്യാഭ്യാസ ഉന്നതിക്കും ശനിദോഷ നിവാരണത്തിനും ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി 21 ഞായറാഴ്ച അമ്പലത്തിൽ ദേവിക്ക് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വന്ന് പട്ട് സമർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കി കിട്ടും എന്നുള്ളത് പണ്ട് പിന്നെ മുൻകാലങ്ങളിൽ ഇവിടെ പട്ടുപൂജ നടത്തി ഇവിടെയുള്ള ഭക്തജനങ്ങളോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ കൊട്ടാത്തലയുടെ പരിസരങ്ങളിലുള്ളവർ മിക്കവരും തന്നെ പട്ടുപൂജ എടുത്തിട്ടുണ്ട്. അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. കൊട്ടാത്തലയ്ക്ക് പുറത്ത് കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഞായറാഴ്ചകളിൽ പട്ടുപൂജയ്ക്കായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഈ പട്ടുപൂജയുടെ ഖ്യാതി മീഡിയയിലൂടെ മറ്റ് എല്ലാ ദേശങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടുന്നുള്ള സഹായങ്ങളും നമ്മൾ മീഡിയയോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് ക്ഷേത്രാചാരങ്ങളും മറ്റു കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ശിവരാത്രി മഹോത്സവവും വമ്പിച്ച ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ പറയാൻ ഇതിൻ്റെ ട്രഷറർ സാബുവിനെ ഏൽപ്പിക്കുന്നു. ചിരപുരാതനവും പവിത്രവുമായ പണയിൽ ദേവീക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. ശിവരാത്രി മഹോത്സവത്തെ പറ്റി പറയുമ്പോൾ പണയിൽ നമ്മൾ ഇവിടെ പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മുൻ യൂണിയൻ സെക്രട്ടറി വിശ്വംഭരൻ സാറും വളരെ വാചാലമായി പറഞ്ഞു കഴിഞ്ഞു. പണയിൽ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം നമ്മളിവിടെ പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. എങ്കിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ശിവരാത്രി നടക്കുന്നതിന് 5 ദിവസം മുമ്പേ 5 ഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഈ 5 ഭാഗങ്ങളിലും പറക്കെഴുന്നള്ളിപ്പ് നടത്തി ആറാടിച്ച് തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ക്ഷേത്രം വൃത്തിയാക്കുന്നതും പരിസരവുമാണ് നമ്മൾ സാധാരണയായി ഇവിടെ ചെയ്തു വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തോറ്റംപാട്ട് തുടങ്ങുകയാണ്. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി 7 ദിവസം നാമമന്ത്രങ്ങളാൽ മുഖരിതമായി തോറ്റംപാട്ടിൻ്റെ ഒരു സമയമാണ്. ആ 7 ദിവസങ്ങളിലും തോറ്റംപാട്ട് കഴിഞ്ഞാൽ പിറ്റേ 8-ാം ദിവസം പൊങ്കാലയാണ്. പൊങ്കാല ക്ഷേത്രം തന്ത്രി ശ്രീ രമേശ് ഭാനുഭാനി പണ്ടാരത്തിൽ തിരിതെളിക്കുന്നതോടെ പൊങ്കാലയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പൊങ്കാലയും സമാപനവുമാണ്. പൊങ്കാല സമാപനം കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കളവെഴുത്തും പാട്ടുമാണ് പിന്നുള്ള ഒരു പ്രധാന വിശേഷാൽ പൂജ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്നത്. കളവെഴുത്തും പാട്ടും ക്ഷേത്രത്തിൽ ദേവിയെ കളവെഴുത്തി കളത്തിൽ വരുത്തി പാട്ടുപാടി ദേവിയെ കളത്തിൽ വരുത്തി അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് കളവെഴുത്തും പാട്ടും നടക്കുന്നത്. കളവെഴുത്തും പാട്ടും കഴിഞ്ഞാൽ പിറ്റേന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ശിവരാത്രിയുടെ അന്ന് വർണ്ണശബളമായ കെട്ടുകാഴ്ചകളും ഇരട്ടക്കാള അതുപോലെ തന്നെ എടുപ്പുകുതിര ഒറ്റക്കാള നിരവധിയായ വർണ്ണശബളമായ ഫ്ലോട്ടുകൾ അതുപോലെ തന്നെ വൈദ്യുത ദീപാലങ്കാരം പണയിൽ ഫെസ്റ്റ് എന്നിങ്ങനെ ഈ രൂപത്തിൽ ശിവരാത്രി മഹോത്സവം ഏതാണ്ട് വൈകുന്നേരം സമാപനത്തോടുകൂടി 7 മണിക്ക് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ദേവിയെ മുള്ളിക്കാല ക്ഷേത്രത്തിലേക്ക് ദീപതയാൽ കൊണ്ടുപോകുന്നതാണ്. പിന്നെ നടക്കുന്നത് വാദ്യഘോഷങ്ങളും താലപ്പൊലിയും വേണ്ടി ദേവിയെ മുള്ളിക്കാല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി മുള്ളിക്കാല ക്ഷേത്രത്തിലെ ശ്രീ ഭദ്രാ ഭഗവതി ദേവി നമ്മുടെ ക്ഷേത്രത്തിലെ പണയിൽ ദേവിയുടെ സഹോദരി എന്ന സങ്കല്പത്തിലാണ്. അവിടെ പോയി ദേവിയെ സന്ദർശിച്ച് തിരികെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന ശിവപൂജയും യാമപൂജയുമാണ്. നാമമന്ത്രങ്ങളാൽ മുഖരിതമായ ശിവപൂജ ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ്. ആ ശിവപൂജയ്ക്കോടൊപ്പം തന്നെ ശിവപഞ്ചാക്ഷരി അഖണ്ഡനാമവും അതിനുശേഷം 12 മണിയോടുകൂടി ക്ഷേത്രം അടയ്ക്കുകയും ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി മാവിൻ്റെ ചുവട്ടിൽ ഗുരുസി പൂജ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുരുസി പൂജ നടക്കും. ഗുരുസി പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിലെ സാധാരണ പതിവ് പുറത്ത് സ്റ്റേജ് പരിപാടികളും കഴിഞ്ഞ് രാവിലെ വെടിക്കെട്ടോടുകൂടി ശിവരാത്രി മഹോത്സവത്തിന് സമാപനമാവുകയും ചെയ്യുന്നതാണ്. ക്ഷേത്രം ഒരു ട്രസ്റ്റിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 31 ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ 3 രക്ഷാധികാരികളുമാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ 5 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ബാക്കി ഉള്ളവർ കമ്മിറ്റി മെമ്പറും ആയാണ് നടക്കുന്നത്. എല്ലാ മാസവും കർക്കിടക മാസം 30-ന് മുമ്പായി ക്ഷേത്രത്തിൽ പൊതുയോഗം വിളിക്കുകയും അതുപോലെ അപ് ടു ഡേറ്റ് ആയി കണക്കുകൾ അവതരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി കണക്കുകൾ അവതരിച്ച് പൊതുയോഗത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും കണക്ക് ആഡിറ്റ് ചെയ്യുകയും കൃത്യമായി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആഡിറ്റർ N തുളസീധരനാണ്.
അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വരണാധികാരി അഡ്വക്കേറ്റ് എം.എൻ. നടരാജനാണ്. ഇങ്ങനെ വളരെ സ്തുത്യർഹമായ രീതിയിൽ ജനങ്ങളുടെ സുതാര്യമായ രീതിയിൽ ജനങ്ങൾ തരുന്ന സംഭാവന കൃത്യ കണക്കുകളോടുകൂടി ക്ഷേത്രത്തിൽ നടക്കുന്നതാണ്. കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ ശിവരാത്രി മഹോത്സവം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ അവர்களാണ് ഇന്നിവിടെ ഈ ശിവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നെടുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK ജ്യോതി. കൂടാതെ ഈ ഫെസ്റ്റിനോട് നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് വിപുലമായ തോതിലുള്ള ഒരു ലൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് കൊട്ടാരക്കലെ പ്രമുഖ വ്യവസായിയും പ്രമുഖ വ്യക്തിയുമായ ശ്രീ വിനായക കുമാറാണ്. കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പം നടക്കുകയാണ്. ഇന്നു മുതൽ മാർച്ച് 8-ാം തീയതി ആണ് ശിവരാത്രി. ഈ ദിവസങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ കൊട്ടാരക്കര താലൂക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുത ദീപാലങ്കാരം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രം. അതിനോടനുബന്ധിച്ച് വളരെ വിപുലമായ രീതിയിൽ പണയിൽ ഫെസ്റ്റ് നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകണം. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് മുതൽ തോറ്റമ്പാട്ട് തീർന്നാൽ ഉടൻ തന്നെ എല്ലാ ദിവസവും സ്റ്റേജിൽ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള വിപുലമായ ശിവരാത്രി മഹോത്സവമാണ് ഈ വർഷം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്നത്. ഇതിൽ ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പണയിൽ ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന്. അങ്ങനെ എനിക്കൊരു അവസരം പടയിൽ അമ്മയുടെ അനുഗ്രഹത്തിൽ ഉണ്ടായി. എന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഇവിടുത്തെ ഭരണസമിതികൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും എന്റെ പ്രത്യേക സ്നേഹം അറിയിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ ശ്രീകുമാർ, ഉത്സവ ചെയർമാൻ, ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ, നമ്മളെ എൻ്റെ ഗുരു, ഞങ്ങളെ പ്രിയപ്പെട്ട വിശ്വംഭരൻ ചേട്ടൻ കഴിഞ്ഞ 35 വർഷം SNDP യൂണിയന്റെ കൊട്ടാരക്കരത്തെ കരുത്തനായ നേതാവായിരുന്നു. ഇപ്പോഴും നേതാവ് തന്നെയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം യൂണിയൻ ഓഫീസിൽ വെച്ച് പറഞ്ഞു ഈ പരിപാടിക്ക് വരണമെന്ന്. അതും അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും മഹാദേവന്റെയും ദേവിയുടെയും ഉണ്ടാവും. ഇപ്പം പുതിയതായിട്ട് ഒരു ഓഡിറ്റോറിയം വന്നു, ക്ഷേത്രത്തിന്റെ ചിറ്റമ്പലത്തിന്റെ പണികൾ ചെയ്തു, ഈ മണ്ഡപത്തിന്റെ പണി ചെയ്തു. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈ റോഡൊക്കെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഇവിടെ വീണ്ടും വീണ്ടും വരാനും നമുക്ക് മനസ്സ് തോന്നും. പിന്നെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഇപ്പൊ വരവ് കുറവാണ്. കാരണം നമ്മളെ ക്ഷേത്രത്തില് രാവിലെ എന്തിനാ വന്നില്ല, അല്ലെങ്കിൽ ഞായറാഴ്ച വന്നില്ല എന്ന് ആർക്കും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ പള്ളിയിൽ എങ്ങാനും പോയില്ലെങ്കിൽ അച്ഛൻ തിരക്ക് വീട്ടിൽ ചെല്ലും, തിരുമേനി തിരക്ക് വീട്ടിൽ ചെന്നാൽ അത് പീഠത്തിന് അന്നേരം കേസെടുക്കും. അതാണ് കാരണം. നമ്മളെ പ്രദേശവാസികളെല്ലാം നമ്മളെ ക്ഷേത്രത്തിൽ വരണം. ക്ഷേത്രം എന്ന് പറഞ്ഞ നാടിന്റെ ഐശ്വര്യമാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നൊരു വ്യക്തി ഈശ്വരനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് എനിക്കുണ്ട്. എന്റെ ജീവിതത്തിൽ അനുഭവം.
23 വർഷമായി ഞാൻ കൊട്ടാരക്കര ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ എന്നെ പണിയാവുന്ന പരമാവധി അങ്ങേ അറ്റത്ത് ഇങ്ങേ അറ്റത്തും പണിതു. പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് എനിക്കൊരു ഷാൾ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 3.5 വർഷമായിട്ട് പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ്. ആ ക്ഷേത്രത്തിനകത്ത് എന്നെ കൊണ്ട് കഴിയുന്ന രീതി എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം കൊണ്ടുവന്ന ഞാനാ 5 വർഷം. കാരണം എന്നെയൊക്കെ പുച്ഛം. കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം ഇനിയിപ്പോ ഞാൻ എന്റെ സമുദായത്തിൽ SNDP കാരനായി ജനിച്ചോണ്ടായിരിക്കും എന്നെ പുച്ഛം. എന്ത് ചെയ്യാൻ എന്റെ അച്ഛനും അമ്മയും ആ ഒരു സമുദായമായി പോയി. ഇനി അടുത്ത ജന്മത്ത് പോകാം വേറെ സമുദായം. എനിക്കിപ്പോ ഒരു ITR 46 പരാതി കൊട്ടാരക്കരയിൽ നിന്ന് പോയി. 46 പരാതി. അത്ര സ്നേഹമുള്ള ഒരു ഷാൾ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും അടിച്ച് എന്തെല്ലാം പറയാമെന്ന് പരമാവധി പറഞ്ഞു. കോലശ്ശേരി തമ്പലത്തിൽ 56 ഷാൾ ഇട്ടു. ഒരു കുഞ്ഞുങ്ങളൊന്നും മിണ്ടിയില്ല. പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിൽ എനിക്ക് ഷാളിട്ടപ്പോ പ്രശ്നമായി. ഞാൻ പറഞ്ഞില്ല ഷാളിടാൻ, ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഉത്സവ പരിപാടിയും ക്ഷേത്ര പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയും എല്ലാം നിർത്താൻ തീരുമാനിച്ചു. കാര്യം എന്തുകൊണ്ടാണെന്നറിയാം? എന്തിനാ ആവശ്യമില്ല വിവാഹത്തിൽ ചെന്നപ്പെടുന്നേ? ഒന്നും മിണ്ടാതെ നമ്മളിരുന്ന ഒരു കുഴപ്പമല്ലോ. ഈ നാട്ടിൽ എത്രയോ പേരുണ്ട്, എത്ര സമ്പത്തുള്ള ആൾക്കാരുണ്ട്. ആർക്ക് എന്ത് ചെയ്യുന്നു? 10 പൈസ പോലും ഒരു മനുഷ്യന് കൊടുക്കുന്നോ? ക്ഷേത്രത്തിൽ പോയാൽ 100 രൂപ ഇടുന്നോ? 5 ഇടുന്നോ? ഇടുന്നില്ല. ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല. എനിക്ക് പ്രത്യേക കക്ഷിരാശിയല്ല, സമുദായമല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു. അവസാനം ലാസ്റ്റ് നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാ. എല്ലാ കാര്യത്തിലും നമ്മളെ എല്ലാം മേടിക്കുകയും ചെയ്യും, ഇരുന്നിട്ട് നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യും. കൊട്ടാരക്കര മടുത്ത്. അതുകൊണ്ട് കൊടിമരം ചെയ്യേണ്ട ഒരു ചടങ്ങോടെ ചെയ്തിട്ട് ഇവിടുന്ന് വിറ്റ് പറക്കി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാ. കാരണം ഇത് തോറ്റു പോവല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഞാൻ പാറ വന്നിട്ടുണ്ട്, തട്ടിന്റെ പണി ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് പണി ചെയ്തിട്ടുണ്ട്. എന്തു ആശയം! ഞാൻ കക്കാൻ പാടില്ല, മോട്ടിക്കാൻ പാടില്ല, പിടിച്ചു പറിക്കാൻ പാടില്ല. ആരെങ്കിലും പറയട്ടെ, ഏതെങ്കിലും ഒരുത്തം പറയട്ടെ, ഞാൻ ആരെങ്കിലും കൈ കെട്ടി മേടിച്ച് കൊടുക്കണം. പിന്നെ ഈ പരിപാടിക്ക് വന്ന് ഇങ്ങനെ പറയേണ്ട ഒരു അവസരം എനിക്ക് പഴയ അമ്മ പറയുന്നതാ, നീ ഇവിടെ വരണം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയണം. ഞാൻ ഇത്രയും എന്റെ മനസ്സ് നന്നിട്ടാ പറയുന്നത്.